ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യാത്ര തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലുള്ള തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിലേക്കാണ്. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണ്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ 7:50 ഒരു പാസഞ്ചർ ട്രെയിൻ ഉണ്ട് നാഗർകോവിലേക്ക്. അതിൽ കയറി കുഴിത്തുറ എന്ന സ്ഥലത്താണ് നമുക്ക് ഇറങ്ങേണ്ടത്. കൃത്യം 7:50 തന്നെ ട്രെയിൻ പുറപ്പെട്ടിട്ടുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ട്രെയിനിൽ തിരക്ക് തീരെ കുറവാണ്. കൊല്ലത്ത് നിന്ന് കുഴിത്തുറയിലേക്ക് ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ 25 രൂപയാണ്. ട്രെയിൻ പുനലൂരിൽ നിന്ന് കൊല്ലം വഴി നാഗർകോവിലേക്ക് പോകുന്ന പാസഞ്ചർ ട്രെയിനാണ്. ഇത് 10:20 ആകുമ്പോഴേക്ക് കുഴിത്തുറ സ്റ്റേഷനിലെത്തും. ഞങ്ങൾ അങ്ങനെ കുഴിത്തുറ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. കുഴിത്തുറ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നമുക്ക് മാർത്താണ്ഡം ബസ് സ്റ്റാൻഡിലേക്കാണ് പോകേണ്ടത്. ഒന്ന് കുറച്ച് ദൂരമുണ്ട് മാർത്താണ്ഡം ബസ് സ്റ്റാൻഡിലേക്ക്. മാർത്താണ്ഡം ബസ് സ്റ്റാൻഡിൽ നിന്നാണ് തൃപ്പരപ്പിലേക്ക് ബസ് ഉണ്ടാവുക. എല്ലാ സമയത്തും തൃപ്പരപ്പിലേക്ക് മാർത്താണ്ഡത്ത് നിന്ന് ബസ് ഉണ്ടാവും. കുഴിത്തുറ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1/2 കിലോമീറ്ററിൽ കൂടുതൽ ദൂരമുണ്ട് മാർത്താണ്ഡം ബസ് സ്റ്റാൻഡിലേക്ക്. മാർത്താണ്ഡം ബസ് സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ സമയത്തും തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിലേക്ക് ബസ്സുകൾ ഉണ്ടാവും. നമുക്കുള്ള ബസ് ഇവിടെ കിടപ്പുണ്ട്. മാർത്താണ്ഡത്തുനിന്ന് തൃപ്പരപ്പിലേക്ക് ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ 13 രൂപയാണ്. നമുക്ക് ടോട്ടല് വണ്ടിക്കൂലി വരുന്നതെന്ന് പറഞ്ഞാൽ 38 രൂപയാണ് ഒരു വൺ സൈഡിലേക്ക്, അതായത് തൃപ്പരപ്പ് വരെ കൊല്ലത്തുനിന്ന് വണ്ടിക്കൂലി വരുന്നത്. മാർത്താണ്ഡത്തുനിന്ന് 15 കിലോമീറ്റർ ദൂരമുണ്ട് തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിലേക്ക്. ഒരു അരമണിക്കൂറത്തെ യാത്രയേ ഉള്ളൂ മാർത്താണ്ഡത്തുനിന്ന് തൃപ്പരപ്പിലേക്ക്. ഞാനങ്ങനെ തൃപ്പരപ്പ് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കണം തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിലേക്ക്. ചില ബസ്സുകൾ നമുക്ക് തൃപ്പരപ്പ് വെള്ളച്ചാട്ടം വരെ പോവും. ഞാൻ ഇവിടെ ഇറങ്ങി ഇനി നടന്നു പോകാന്ന് വെച്ചു. നമ്മളെ കേരളമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ് തൃപ്പരപ്പ്. വെള്ളറടയിൽ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിലേക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ കേരളത്തിൽ നിന്ന്, അതായത് കൊല്ലം തിരുവനന്തപുരം ജില്ലക്കാർക്കൊക്കെ വേഗത്തിൽ വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് തൃപ്പരപ്പ് വെള്ളച്ചാട്ടം. ഇവിടെ വീക്കെൻഡ് ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കാണ്. ഇന്നും നല്ല തിരക്കുണ്ട്. ഞാൻ വരുന്ന വഴിക്ക് തന്നെ നിരവധി വണ്ടികൾ പോകുന്നുണ്ടായിരുന്നു. നടന്നു വരുന്ന വഴിക്ക് തന്നെ നിരവധി വണ്ടികൾ വെള്ളച്ചാട്ടത്തിലേക്ക് വരുന്ന വണ്ടികളുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഇനി വെള്ളച്ചാട്ടത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ഈ പോകുന്ന വഴിക്ക് ഈ 2 ഭാഗത്തൊക്കെ നിരവധി കടകളാണ്. ഫാൻസിയുടെയും ബാഗുകളും അതേപോലെ കുട്ടികൾക്കുള്ള ടോയ്സ് ഒക്കെ നിരവധി കടകളുണ്ട്. ഇവിടുന്ന് ഒരു 10 രൂപ എൻട്രി ടിക്കറ്റ് ഉണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക്. അതെടുത്തിട്ട് വേണം ഇനി വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ. ഈ ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ ഈ സ്വാമിമാരുടെ തിരക്കും ഉണ്ട്. തമിഴ്നാടിന്റെ ആതിരപ്പള്ളി എന്നാണ് തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തെ വിശേഷിപ്പിക്കുന്നത്. അത്രയൊന്നും ഇല്ലെങ്കിലും ചെറിയൊരു സാമീപ്യമുണ്ട് നമ്മളെ ആതിരപ്പള്ളിയായിട്ട് ആ വെള്ളത്തിന്റെ ഒഴുക്കില്. അതുപോലെ തന്നെ ബോട്ടിംഗ് ഉണ്ട്, കുട്ടികൾക്കുള്ള പാർക്കുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് വേറൊരു കാര്യം അറിഞ്ഞത്. ഇവിടെ കുളിക്കാൻ ഇപ്പൊ അനുവദിക്കുന്നില്ല. കാരണം വെള്ളത്തിന്റെ ഒഴുക്ക് കൂടുതലായതുകൊണ്ട് കുളിക്കാൻ അനുവദിക്കുന്നില്ല. ഇതിന്റെ മുകളിൽ ആ ബോട്ടിങ് നടക്കുന്ന ഭാഗമുണ്ട്. ഇനി അവിടെ പോയി വേണം കുളിക്കാൻ. ഈ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തായിട്ട് ഒരു ചെറിയൊരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. കുളിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് ഞങ്ങൾ തന്നെ അവിടെ എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് മുകളിലേക്ക് പോകാന്ന് വിചാരിച്ചു. എന്ത് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് തൃപ്പരപ്പ് വെള്ളച്ചാട്ടം. കുളിക്കാനൊക്കെ അനുവദിക്കുമായിരുന്നുണ്ടെങ്കിൽ നല്ലൊരു എൻജോയ്മെന്റ് തന്നെ ആയിരിക്കും. കുളിക്കാനൊക്കെ വരുന്നവർക്ക് ഡ്രസ്സുകൾ വെക്കാനുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ താഴോട്ട് ഇറങ്ങുന്ന ഭാഗത്താണ് ടോയ്ലറ്റ് സൗകര്യമുണ്ട്, ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇതെല്ലാം ഇതിനകത്ത് തന്നെ അവർ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ താഴോട്ട് ഇറങ്ങുന്നിടത്താണ് കുട്ടികൾക്കുള്ളൊരു ചിൽഡ്രൻസ് പാർക്ക്. അവിടെ മാനുവലായിട്ടുള്ള കുറേ എക്യുപ്മെൻറ്റ്സ് ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ളത്. ഫാമിലി ആയിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ, കുട്ടികളെല്ലാം കൊണ്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് സേഫായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് തൃപ്പരപ്പ് വാട്ടർഫോൾസ്. ഇവിടെ ഈ നിൽക്കുന്നതിൽ ഭൂരിഭാഗം ആളുകളും മലയാളികളാണ്. ഞങ്ങൾ വന്ന വഴിക്ക് തന്നെ നിരവധി പേരുണ്ട്. ടൂറിസ്റ്റ് ബസ്സുകളിലൊക്കെ മലയാളികളാണ് നിരവധി പേര് വന്നുകൊണ്ടിരിക്കുന്നത്. താഴേക്കൊക്കെ ഇറക്കിയായിരുന്നുണ്ടെങ്കിൽ ഈ കൽമണ്ഡപത്തിലൊക്കെ നിന്ന് ഫോട്ടോസും വീഡിയോ ഒക്കെ എടുക്കാൻ നല്ല രസമായിരിക്കും. പക്ഷെ ഒരാളെപ്പോലും അവർ താഴോട്ട് ഇറക്കുന്നില്ല, ഫുള്ള് മറച്ചിരിക്കുകയാണ്. നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് ആ ടിക്കറ്റ് എടുക്കുന്നിടത്ത് അവർ പറയുന്നുണ്ട് കുളിക്കാൻ പറ്റില്ലെന്ന്.
കാരണം അവര് വരുന്ന ടൂറിസ്റ്റിന്റെ സുരക്ഷയാണ് അവര് നോക്കുന്നത്. കാരണം അത്രത്തോളം നല്ല ഒഴുക്കാണ് അവിടെ. പലർക്കും അവിടെ ഇറങ്ങി കുളിക്കാൻ പറ്റാത്തതിന്റെ ഒരു നിരാശ ഉണ്ടായിരുന്നു. അതിൽ മിക്ക ആളുകളും ഇനി ആ മുകളിലേക്ക് പോവാണ്. അവിടെ കുളിക്കാന്നുള്ള സംവിധാനമൊക്കെ ഉണ്ട്. ബോട്ടിങ്ങും എല്ലാം ഈ മുകളിലോട്ട് പോകുന്ന വഴിക്ക് തന്നെയാണ്. ഈ പോകുന്ന വഴിക്കും ചെറിയ കടകളൊക്കെ ഉണ്ട്. കടകളെന്ന് പറഞ്ഞാൽ ഈ ഉപ്പിലിട്ട മാങ്ങ അങ്ങനെയുള്ള ഇതൊക്കെ വെക്കുന്നത്. ഇത് ആ മുകളിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ ഇടത്തോട്ടൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴേക്ക് കാണുന്ന സ്ഥലമാണ്. ഇവിടെ ഇറങ്ങി നമുക്ക് കുളിക്കാം. ഇവിടെ നിരവധി ആളുകൾ ഇന്ന് കുളിക്കുന്നുണ്ട്. പോകേണ്ടത് നേരെ ഈ പാലം ഇറങ്ങി അപ്പുറത്താണ് പോകേണ്ടത്. ഈ പാലത്തിലൊക്കെ നിന്ന് നോക്കുമ്പോഴേക്ക് ഈ വെള്ളം ഒഴുകി പോകുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെയും നിരവധി ആളുകൾ ഇന്ന് കുളിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടികളും ഫാമിലി എല്ലായിട്ടുമാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഒരു വൺ ഡേ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യാന്നുണ്ടെങ്കിൽ തൃപ്പരപ്പിലേക്കൊക്കെ വരാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ ചെറിയ പാർക്കൊക്കെ ഉള്ളത് കൊണ്ട് ഫാമിലി ഒക്കെ ആയിട്ട് വരുമ്പോൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്ക് വണ്ടിക്കൂലി വരുന്നതെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും 76 രൂപ മാത്രമേ വരുന്നുള്ളൂ വണ്ടിക്കൂലി. രാവിലെ വന്നു കഴിഞ്ഞാല് വൈകിട്ട് തിരികെ വീട്ടിലെത്താം. ഇവിടെ നിന്ന് ഇനി 4 മണിയാകുമ്പോഴേക്ക് എഴുത്തുറയിൽ നിന്ന് ട്രെയിൻ ഉണ്ട്. പിന്നെ 5 മണിക്ക് മെമു ഉണ്ട്. 4 മണിക്കുള്ള വണ്ടി 6:30 ആകുമ്പോഴേക്ക് കൊല്ലം എത്തും. 5 മണിക്കുള്ള മെമു പക്ഷെ 9:30 ആവും കൊല്ലം എത്താൻ. അത് കണ്ടില്ലേ, നിരവധി ആളുകൾ ഇന്നാ കുളിക്കുന്നത്. ഇവിടെയും ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉള്ള. പിന്നെ ഇവിടെ ഇരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രസ്സ് മാറാനുള്ള സ്ഥലമുണ്ട്. അപ്പൊ നിങ്ങളും വരിക, തൃപ്പരപ്പിലേക്കൊക്കെ ഒരു വൺ ഡേ ട്രിപ്പ് ഫാമിലി ആയിട്ടൊക്കെ വരിക. എനിക്കിനി 4:10 ട്രെയിനിൽ തിരിച്ചു പോകണം. അതുകൊണ്ട് തന്നെ വീഡിയോ ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.